വേണ്ടി വാർഡ് പുനർനിർണയം ഒരൊറ്റ വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 100 വാർഡുകളെയും ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരുടെ ശുപാർശയോടുകൂടി ഡീലിമിറ്റേഷൻ കമ്മിറ്റി ചെയ്തതിനെയാണ് ബി.ജെ.പി. എതിർക്കുന്നത്. നാം ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ജനവിഭാഗങ്ങളെ വിഭജിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബി.ജെ.പി. ആദ്യമായി ഈ ഡീലിമിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം ശബ്ദമുയർത്തിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന്റെ ചില അടുപ്പക്കാര്, ചില യൂണിയൻ നേതാക്കന്മാര്. ആ യൂണിയൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ 15ഓളം വരുന്ന ഡീലിമിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ അവർ ചെയ്തു കൂട്ടിയ ചെയ്തികളെ കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിർപ്പുള്ളത്. അല്ലാതെ ഭരണഘടനാപരമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വാർഡ് പുനർനിർണയം നടത്തുന്നതിൽ ബി.ജെ.പി. എതിരല്ല. പക്ഷെ കേവലം ഒരൊറ്റ വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ 100 വാർഡുകളെയും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജനം നടത്തിയത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 101 വാർഡാകുമ്പോൾ നമ്മുടെ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ, വർഷങ്ങളോളം അനുഭവിക്കേണ്ട യാതനകൾ നിരവധിയുണ്ട്. നാം ഒന്ന് പരിശോധിക്കണം. ഞാൻ താമസിക്കുന്നത് ആറന്നൂർ വാർഡിലാണ്. ആറന്നൂർ വാർഡിന്റെ ഘടനയനുസരിച്ച് ഇപ്പോൾ 51ാമത്തെ വാർഡായി മാറിയിരിക്കുന്നു. 51ാമത്തെ വാർഡായിരിക്കുന്നു. 20/939 എന്റെ വീടിന്റെ TC നമ്പർ. ആ TC നമ്പർ 20/939 മാറി 46/1136 കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ വാർഡിന്റെ നമ്പർ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് 20 അല്ല, 46 അല്ല, 54/2410 എന്റെ നമ്പർ. ഇതെന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെതിരെയാണ് ബി.ജെ.പി. ശബ്ദമുയർത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ആധാറിന്റെ കാർഡുണ്ട്. ആ കാർഡിൽ ഒരു നമ്പറുണ്ട്, ഒരു TC നമ്പറുണ്ട്. ആ നമ്പർ ഇനിയിപ്പോൾ മാറാൻ പോകുകയാണ്. നിങ്ങളുടെ വാർഡിന്റെ നമ്പർ, ആ വാർഡിന്റെ നമ്പർ നിങ്ങളുടെ കെട്ടിടത്തിന്റെ നമ്പർ, ആ കെട്ടിടത്തിന്റെ നമ്പർ വെച്ചുകൊണ്ടായിരിക്കും ഇനി ആധാറിനെ നിങ്ങളെ തിരുത്തുവാൻ പോകേണ്ടത്. അക്ഷയിൽ പോകുന്ന സമയത്ത് ഈ വാർഡ് നമ്പർ തിരുത്തുവാൻ വേണ്ടി എത്ര ദിവസം നിങ്ങൾക്ക് കയറി ഇറങ്ങേണ്ടി വരും? അത് ആധാറിൽ മാത്രമല്ല, നിങ്ങളുടെ റേഷൻ കാർഡിന്റെ മുന്നിൽ ആ 2ാമത്തെ കാളം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ വാർഡ് നമ്പർ എത്ര എന്ന്. അതിന് താഴെയായി തൊട്ടുതാഴായി നിങ്ങളുടെ കെട്ടിട നമ്പർ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വാർഡ് പുനർനിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ റേഷൻ കാർഡുകളെല്ലാം ഈ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല, ഈ കേരള സംസ്ഥാനത്തെ എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ റേഷൻ കാർഡിന്റെ കെട്ടിട നമ്പറും വാർഡ് നമ്പറും മാറേണ്ട സ്ഥിതി നമുക്കറിയാം. ഒരു വാർഡ് നമ്പർ മാറ്റുന്നതിന് വേണ്ടി റേഷനിങ് ഓഫീസിലും അക്ഷയിലും എത്ര പ്രാവശ്യം കയറി ഇറങ്ങണമെന്ന്. ആ കയറി ഇറങ്ങുമ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ കൗൺസിലറെയോ മെമ്പറെയോ ബന്ധപ്പെടണം. കാരണം എന്താണ്? ഈ പറയുന്ന TC നമ്പറും ഇപ്പോൾ നിലവിലുള്ള TC നമ്പറും ഒന്നാണ് എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം. ആ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ ആ പഞ്ചായത്തിലുള്ള, ആ മുനിസിപ്പാലിറ്റിയിലുള്ള ആ കൗൺസിലർമാർ സാക്ഷ്യപ്പെടുത്തണം. ആദ്യമായി ഇന്ന നമ്പറും ഒന്നാണെന്നും ഇത് താമസിക്കുന്നതിന്റെ ഓണർ ഒന്നാണെന്നും ഈ പറയുന്നത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ കൗൺസിൽ തയ്യാറാകണം, അല്ലെങ്കിൽ വാർഡ് മെമ്പർ തയ്യാറാകണം. ആ വാർഡ് മെമ്പറോ കൗൺസിലറോ കൊടുക്കുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമായി വില്ലേജ് ഓഫീസിലേക്ക് പോകണം. ആ വില്ലേജ് ഓഫീസിൽ പോയി ദിവസങ്ങളോളം കയറി ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് ഈ 2 നമ്പറും ഒന്നാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത്. അത് സ്ഥിരീകരിച്ചാൽ മാത്രം മതിയോ? അക്ഷയിൽ പോകണം.